ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു ആണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഇന്ന് ഞാനിവിടെ വിഷു പ്രമാണിച്ചിട്ട് ഒരു പാലടയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ബോളിയുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പാലടയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ രീതിയിലുള്ള ഒരു പായസം അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പാലടയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അട വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. അപ്പം ഈ അട ഇടുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ അട ഒട്ടിപ്പിടിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ കുറച്ച് അട വേവിച്ചെടുത്താലും അട അങ്ങനെ ഒട്ടിപ്പിടിക്കാറില്ല. അപ്പം നമുക്ക് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ അരക്കപ്പ് അടയാണ് ഈ പാലട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അത് അരിയുടെ അടയാണ്, ചെറിയ തരി പോലുള്ള അടയായിരിക്കും ഈ പാലടയ്ക്ക് കേമം. അപ്പം ഇത് ഞാൻ അരക്കപ്പ് അടയാണ് ഇത് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇടുകയാണ്. ഇത് അട നമ്മൾ സാധാരണ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് അട ഇടുന്നത്. എന്നിട്ട് അട ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇത് തീ ഓൺ ചെയ്യാറില്ല, സ്റ്റൗ ഓൺ ചെയ്യാറില്ല. അത് ഓഫ് ചെയ്തിട്ട് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ ഈ അട ഇതിനകത്ത് കിടന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രം കൊണ്ട് അതിൻ്റെ അത് മൂടി വെക്കുക. ഒരു 30 മിനിറ്റ് 20 തൊട്ട് 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അട ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ അടയൊന്ന് ഇതൊന്നും തുറന്നു നോക്കുകയാണ്. എന്നിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് അട. അപ്പം അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഇത് ഊറ്റിയെടുക്കാം. അപ്പം ഊറ്റി വെച്ചിരിക്കുന്ന അടയാണ് ഇത്. ഇതിന് ശേഷം നമുക്കിനി മെയിൻ പരിപാടിയിലോട്ട് കടക്കാം. അപ്പം അത് പാല് തിളപ്പിക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഉരുളി ഇല്ലാത്തവർ അടികട്ടിയുള്ള ഏത് പാത്രമായാലും പാലട എന്നല്ല, ഏത് പായസം ഉണ്ടാക്കാനും അതായിരിക്കും ഉത്തമം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കും. അപ്പം അടികട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ കുക്കറോ ആയിരിക്കും ബെറ്റർ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ 2 കപ്പ്, ഇപ്പം ടോട്ടൽ ഞാൻ 6 കപ്പ് വെള്ളവും കൂടാണ് ചേർക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ചത്. അപ്പം ഇനി ഞാനൊരു 2 കപ്പ് പാലും കൂടെ ഒഴിക്കും. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളത്തിനകത്ത് ഞാൻ ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഞാൻ 6 കപ്പ് പാലും വെള്ളവും കൂടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പാൽപ്പൊടി മിക്സാണ് ഇപ്പം ഞാൻ ഒഴിച്ചത്. അപ്പോൾ പാൽപ്പൊടി മിക്സ് ചെയ്യുന്നത് ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ഇടയ്ക്ക് ഓഫായിപ്പോയി. അപ്പം എന്നിട്ട് അതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഈ പാലട ഉണ്ടാക്കുമ്പം യൂഷ്വലി ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ ഈ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കില്ല. അതായത് ഈ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, കശുവണ്ടിയോ കിസ്മിസോ ഇതൊന്നും ഇതിനകത്തോട്ട് സാധാരണ ചേർക്കാറില്ല പാലട ഉണ്ടാക്കുമ്പോൾ. പക്ഷേ സേമിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ പാലടയോ അല്ലെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും അങ്ങനെ ചേർക്കാറില്ല. അപ്പം എങ്കിലേ ഇത് ചേർക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചി കിട്ടും. ഇപ്പം നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ രുചി കിട്ടിയില്ലെങ്കിലും ആ ഒരു കളറും ആ ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്ലേവർ എവിടേക്കോ നമുക്കതിൻ്റെ ഒരു ഫീൽ ചെയ്യും. ആ ഒരു ടേസ്റ്റും എല്ലാം നമുക്കൊന്ന് ഫീൽ ചെയ്യും. അപ്പം ഇതിപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടയിടുക എന്നുള്ളതാണ്. അപ്പം ഈ പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന അടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഇവാപ്പറേറ്റഡ് മിൽക്കും മിൽക്ക് മെയ്ഡുമാണ്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ പായസത്തിന്. ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് പാല് തിളപ്പിച്ച് വറ്റിക്കുന്ന ആ ഒരു മിൽക്കാണ്. അതിവിടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇത് 1 ക്യാൻ ചേർക്കുക ഇത്രയും പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല, നിർബന്ധമില്ല. അപ്പം അതിനൊരു കളറും ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പം പാൽപ്പായസത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടും.
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അടുത്തായിട്ട് ഞാൻ ഇതിലോട്ട് മിൽക്ക് മെയ്ഡാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ടോട്ടൽ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ആണ് ചേർക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്താൽ മതി, മധുരമനുസരിച്ചിട്ട്. എന്നിട്ട് ഇടയ്ക്കൊന്ന് മധുരം നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് മധുരം നന്നായിട്ട് മുന്നിൽ നിൽക്കണം, അങ്ങനെ അല്ലാത്തവർക്ക് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഈ പായസത്തിൻ്റെ മുഴുവൻ ടൈം, അല്ലെങ്കിൽ ഈ പായസം റെഡിയായി വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടെ പാൽ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വറ്റണം, എങ്കിലേ ആ ഒരു കളറും ഇതുമൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്നും കൂടെ ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ട് തിളക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇങ്ങനെ ഇളക്കി ഇത് ആ പരുവത്തിന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇപ്പം ഈ ഉരുളി ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈസ് കുക്കറിനകത്തും നമുക്ക് ഈ പാലട അല്ലെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിനകത്തോട്ട് പകർന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ പായസത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ബോളിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ്, ഇത് 15 മിനിറ്റോളം ഞാൻ കുതിർത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പാണ്. അപ്പോൾ അത് ഒരു 1/2 കപ്പ് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഈ കഴുകി വാരിയ കടലപ്പരിപ്പ് ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് വേവിക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് വെള്ളത്തോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളം എന്നേ പറയാൻ പറ്റത്തുള്ളൂ, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പം ഇതിങ്ങനെ വെന്തുടഞ്ഞ് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് വെച്ചിട്ടും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഇതിപ്പം ഇവിടെ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ 4 വിസിലോളം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 2 വിസിൽ വന്നു, എന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം അത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒരു 2 വിസിലോളം കൂടെ എക്സ്ട്രാ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. അപ്പം ഇവിടെ നമുക്ക് മൈദാപ്പൊടി കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഉള്ള മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം അതിനകത്തോട്ട് ഒരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് മർദ്ദപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നമ്മൾ ഈ പരുവത്തിന് ആക്കിയെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിന് ആക്കിയെടുക്കണം. ഇതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം ശരിക്കും നല്ലെണ്ണയ്ക്കകത്ത് ഇത് മുങ്ങിക്കിടക്കണം. അപ്പം ഇത് നമ്മൾ നല്ലെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഒഴിക്കാം. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒരു 30 തൊട്ട് 1 മണിക്കൂർ വരെ, 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഇത് ആ നല്ലെണ്ണയ്ക്കകത്ത് കുതിർന്ന് കിടക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് ആ മാവ് നമുക്ക് കിട്ടും.
അപ്പോൾ ഇച്ചിരി എണ്ണ കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എക്സ്ട്രാ അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ ഊറ്റിയെടുക്കാം. എന്തായാലും നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് വീണ്ടും. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3 ഏലക്ക ഓളം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു ജാതിക്ക, ഒരു ശകലം മതി. ഒരുപാടായി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ക്രാണമാണ്. അതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് വെന്തോ എന്നുള്ളത് നോക്കാം. വിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒഴിച്ചതിനകത്ത് കുറച്ച് വെള്ളം എക്സ്ട്രാ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. അപ്പം ഞാനത് കടലപ്പരിപ്പ് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വേവിച്ച കടലപ്പരിപ്പ് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പം ഇതാണ് ആ പരുവം. നന്നായിട്ട് അരച്ചെടുത്ത പരിപ്പാണിത്. ഈ പരുവത്തിന് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണം. ഇനിയും നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഒരു ടീസ്പൂൺ നെയ്യോ വല്ലതും ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് നെയ്യ് എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് നെയ്യ് ഒഴിക്കുക. 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മിക്സില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റോളം 10-15 മിനിറ്റോളം 15 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റോളം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഈ പരുവത്തിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന ആ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് പരുവായിട്ടുണ്ട്. ദാണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ആ മിക്സ്. അപ്പോൾ എൻ്റെ ഇതിനകത്ത് കുറച്ച് അധികം എണ്ണയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഞാൻ ഊറ്റിയെടുക്കാൻ പോവാണ്. എന്നിട്ട് ഇനി നമുക്ക് ബോളിയുടെ ആ ഇതിലോട്ട് കടക്കാം. കുറച്ച് മാവ് അതിനകത്തുനിന്ന് ചെറിയൊരു ബോളാക്കി കുറച്ച് മൈദയുടെ മിക്സ് എടുക്കുക. മൈദയുടെ മാവ് എടുക്കുക. എന്നിട്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ ഈ പരുവത്തിന് ഇങ്ങനെ പരത്തി എടുക്കണം. നന്നായിട്ട് ഇങ്ങനെ കൈവെള്ളം വെച്ച് പരത്തി നല്ല നൈസായിട്ട് പരത്തിയിട്ട് നമുക്ക് ആ കടലയുടെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കടലയുടെ മിക്സ് എടുക്കുമ്പോൾ ഈ മൈദയുടെ ബോൾ എടുത്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പത്തിന് വേണം കടലയുടെ മിക്സ് എടുക്കാനായിട്ട്. അതൊരു ബോളാക്കിയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിന് നടുക്കോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ച് കവർ ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി കുറച്ചെടുത്ത് ഉണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി ഇതേപോലെ നല്ല ബോളാക്കി എടുക്കാം. ഇതാണ് കറക്റ്റ് പരുവം. ഇതേപോലെ ഈ ഇരിക്കുന്ന ഓരോന്നും നമുക്ക് ബോൾസാക്കി എടുക്കാം.
നമുക്ക് ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ അരിപ്പൊടി വിതറിയിട്ട് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാം. അപ്പം ഇതാണ് കറക്റ്റ് പരുവം. അങ്ങനെ നമുക്ക് ഇരിക്കുന്ന എല്ലാം അങ്ങനെ പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പാൻ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഓരോ ബോളിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം, നല്ലതായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഓരോ ബോളിയും ചുട്ട് എടുത്തിട്ടുള്ളതാണ് ഇത്. അങ്ങനെ നമ്മുടെ പായസവും ബോളിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയ പാലടയും ബോളിയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.